നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻകറിയും ഉണക്കുകപ്പ പുഴുക്കുമാണ്. ഈ വീഡിയോയിൽ കൂടി മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് ഉണക്കപ്പ. ഈ ഉണക്കപ്പ എന്ന് പറഞ്ഞാൽ ഇത് ഈ 10 ലട്ടം കപ്പ. അതായത് കണ്ടോ, ഇതാണ് ഉണക്കപ്പ. അപ്പോൾ ഈ ഉണക്കക്കപ്പ ഭയങ്കര ടേസ്റ്റുള്ള കപ്പയാണ്. ഈ ഉണക്കക്കപ്പ നമ്മൾ ഉണക്കി സൂക്ഷിച്ച് ഒരു വർഷക്കാലം ഉപയോഗിക്കുന്ന കപ്പയാണ്, 10 ലട്ടം കപ്പയാണ്. ഈ കപ്പ നമ്മൾ എങ്ങനെയാണ് പാകപ്പെടുത്തുന്നതെന്ന് ഞാൻ വാക്കാലൊന്നങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പ തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിടുക, പിറ്റേ ദിവസം രാവിലെ കഴുകിയെടുത്തിട്ട് വേവിച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് ചേർക്കണം, അതുപോലെ കറിവേപ്പില ചേർക്കണം, പച്ചമുളക് ചേർക്കണം. പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരി ചേർക്കണം. പിന്നെ ഒരല്പം ഇത് നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് കാന്താരി, ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ. അപ്പോൾ ഇത്രയും കൂട്ടം നന്നായിട്ട് അരച്ചെടുത്ത്, അരയ്ക്കുക എന്ന് പറഞ്ഞാൽ വെണ്ണ പോലെ ഒന്നും അരയ്ക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആ വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ വെള്ളം ഊറ്റി ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റിയാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിഞ്ഞാൽ കപ്പ പുഴുക്കായി. പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ മീൻകറിയും ഈ കപ്പ പുഴുക്കും ഭയങ്കര ടേസ്റ്റല്ലേ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ്. രാവിലെ ഒരല്പം മീൻകറിയും ഒരല്പം ഈ കപ്പപ്പുഴുക്കും, പ്രത്യേകിച്ച് വാട്ടുകപ്പയ്ക്ക് വേറൊരു ഗുണമുണ്ട്. വാട്ടുകപ്പയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവില്ല വയറ്റിൽ. കപ്പയ്ക്കകത്തുള്ള ഗ്യാസ് ഉണ്ടാകുന്ന ഒരു വസ്തു വാട്ടിക്കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. പച്ചക്കപ്പ കഴിച്ചാൽ ഷുഗർ കൂടി വരും. അതേ സമയത്ത് ഈ ഉണക്കക്കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിന് അത്രയും അറ്റാക്കൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് ഈ വാട്ടുകപ്പ പുഴുക്കും മീൻകറിയും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓലക്കൊടി മീൻ 1/2 കിലോയേ വാങ്ങിയുള്ളൂ. ചെറിയ പീസാക്കി വൃത്തിയായിട്ട് കഴുകി ഇവിടെ റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഒരു മൺചട്ടിയിലാണ് ഈ മീൻ നമ്മൾ തയ്യാറാക്കുന്നത്. തേങ്ങ അരച്ച ഒരു കറിയാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉണക്ക് കപ്പയ്ക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് മീനിൻ്റെ ചാറാണ്. അതുകൊണ്ട് മീൻ ചാറ് നന്നായിട്ട് ടേസ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ തേങ്ങ ചേരണം. ഈ മീൻകറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതല്ലേ, നമുക്ക് കാണാമല്ലോ. മീൻകറിക്ക് വേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഒരു 5 സ്പൂൺ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നു. ഒരു 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ഇടതുവശിരിക്കുന്നത് കുടംപുളി നീരാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു സ്പൂണാണ്. ആ സ്പൂണിനൊരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1.5 സ്പൂൺ നാടൻ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ആയിരിക്കുന്നത്. കറിയുപ്പ്, കടുക്, ഉലുവയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ പച്ചമുളക്. നമ്മുടെ ഇടുക്കിക്കാർക്ക് ഒരല്പം എരിവൊക്കെ കൂടുതൽ വേണം. അതുകൊണ്ട് നമ്മുടെ മുറ്റത്തുണ്ടായ പച്ചമുളകാണ്, ഒരുപാട് മൂത്ത മുളകൊന്നുമല്ല. അതുകൊണ്ട് ഒരു 5-8 മുളക് നമ്മൾ എടുത്ത് ഇവിടെ പയ്യെ ഒന്ന് കീറി വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയേ ഉള്ളൂ. അല്പം മുഴുത്ത അല്ലിയായിരുന്നു. അത് നമ്മൾ തൊണ്ട് പൊളിച്ച് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി വേണം കേട്ടോ. അതിവിടെ എടുത്ത് വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ. ഇഞ്ചി, കറിവേപ്പില, 3 തണ്ട് കറിവേപ്പില കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട്, ഉലുവ ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചുമക്ക വറുത്തെടുക്കണം. തേങ്ങ അരച്ച് ചേർത്ത മീൻകറിയാണ്.
പാകത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം ചേർത്ത് കൊടുത്തു. കൊടംപുളി വെള്ളമാണ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഈ സ്പൂണിന് 3 സ്പൂണാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയുണ്ട്, മുളകുണ്ട്, കാശ്മീരി മുളകുണ്ട്. അല്പം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാത്രം ഒന്ന് മാറുക കേട്ടോ. ഒരു 5 സ്പൂൺ തേങ്ങ ചിരവിയെടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല കൊഴുപ്പുള്ള ചാറാണ്. കപ്പ തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നത്. മീൻകറിയുടെ വർക്ക് തീർന്നു കേട്ടോ. ഇനി ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയും നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ. കൊള്ളാം കേട്ടോ. ഇത്രയും സുന്ദരമായ ഒരു ഭക്ഷണം, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം. നിങ്ങളും ഉണ്ടാക്കി കഴിക്കണമെന്ന് വളരെ വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നല്ല ഭക്ഷണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.